കേരളം ഇന്ന് സർക്കാർ അഴിച്ചുവിട്ട ഹേമ കമ്മീഷൻ എന്ന ഭൂതത്തിന്റെ പിന്നാലെയാണ്. സിനിമാ താരങ്ങളുടെ ഇക്കിളി കഥ അടങ്ങിയ കൊച്ചു പുസ്തകങ്ങളും അതിന്റെ പിന്നാലെയുള്ള ചാനലുകളുടെ കളികളും കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളീയ ജനത. എനിക്ക് കിട്ടാത്തത് നിനക്ക് കിട്ടി, നീ അങ്ങനെ സുഖിക്കണ്ട, നീ അകത്തുപോ എന്നുള്ള ഒരു സാധാരണ മലയാളിയുടെ സദാചാര ബോധത്തെ എങ്ങനെ മുതലെടുക്കാമെന്ന് സർക്കാരിനും ഒപ്പം തന്നെ ചാനലുകൾക്കും അറിയാം. പക്ഷേ ഇതിനിടയിൽ നിങ്ങൾ അറിയാതെ പോയ ഒരു വലിയ കാര്യമുണ്ട്. കേരളീയ ജനതയെ മുഴുവൻ ബാധിക്കാൻ പോകുന്ന ഒരു വലിയ കൊള്ള ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ നടക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, നമ്മെ വർഷങ്ങളായി മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന KSEB എന്ന താപ്പാന അതിൻ്റെ റേറ്റ് പിന്നെയും കൂട്ടാൻ പോവുകയാണ്. അതെ, കേരളത്തിൻ്റെ കറണ്ട് ചാർജ് പിന്നെയും കൂട്ടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് KSEB. അതിനായിട്ട് വൈദ്യുതി റെഗുലേഷൻ കമ്മിറ്റിക്ക് ഒരു ശുപാർശ നൽകി കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് അന്വേഷണമാണ്. 2027 വരെ എത്രത്തോളം പണം കൂട്ടാമെന്നുള്ള രീതിയിൽ ഏകദേശം അധികം തന്നെ പണം കൂടാൻ സാധ്യതയുണ്ട്. അതായത് 100 രൂപ അടച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ 200 രൂപ അടയ്ക്കേണ്ടി വന്നേക്കാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ ചർച്ചയും സംഭവങ്ങളും നടക്കുമ്പോൾ നിങ്ങളാണെങ്കിലോ, ഇന്നിപ്പോൾ കേരളത്തിൽ വയനാട് പ്രശ്നമില്ല, അർജുൻ പ്രശ്നങ്ങളില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സിനിമാ താരങ്ങളുടെ രതികഥകളാണ്. അതിൻ്റെ പിന്നാലെയാണ് ചാനലുകൾ. അവർ റേറ്റിംഗ് കൂടാൻ വേണ്ടി ഘോരഘോരം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു ചാനലുകളും ഒരാളും പറയാത്ത ഒരു വലിയ സംഭവം ഇതിനിടയിൽ അണ്ടർഗ്രൗണ്ടായിട്ട് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വൈദ്യുതി ചാർജ് വർധനവ്. എന്തിനാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെപ്പോലുള്ള അഭിഭാഷകരുടെ ജോലിയാണ് നിങ്ങളെ അത് അറിയിക്കുക എന്നുള്ളത്. എന്നെപ്പോലെയുള്ള നിരവധി അഭിഭാഷകരും പൊതുപ്രവർത്തകരും ഇത് നിങ്ങളെ അറിയിക്കുന്നുമുണ്ട്. എത്ര പേർ ശ്രദ്ധിക്കുന്നു എന്നറിയില്ല. അതായത് കേരളത്തിൽ വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തുന്നുണ്ട്. അടുത്ത മാസം സെപ്റ്റംബർ മാസത്തിൽ, സെപ്റ്റംബർ 3 തുടങ്ങി 11-ാം തീയതി വരെ ഒരു വലിയ ഹിയറിംഗ് നടക്കുന്നുണ്ട്. ഈ ഹിയറിംഗിലെത്തി പബ്ലിക്കിന് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യ ജോലി. പിന്നെ ഇത് എത്രയും ഞങ്ങൾ കണ്ടിരിക്കുന്നു, എത്രയോ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ പോയത് കൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടാകാൻ പോകില്ല എന്ന ചിന്ത വേണ്ട. പല കാര്യങ്ങളിലും പബ്ലിക് ഹിയറിംഗിന് പൊതുജനത്തിന്റെ കൂട്ടായ്മയ്ക്ക് ഗുണമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ആ പറയുന്ന ദിനം ഓടിയെത്തണം. നിങ്ങൾക്ക് പറയാനുള്ളത് ചർച്ചകളായി സംസാരിക്കണം, നിങ്ങളുടെ ആവലാതികൾ ബോധിപ്പിക്കണം, നിങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കണം, നിങ്ങളുടെ പ്രതിഷേധം ബോധിപ്പിക്കണം. അങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സർക്കാരിനും ഒരു റെഗുലേറ്ററി കമ്മീഷനും അത് കൂട്ടുവാൻ സാധിക്കുകയില്ല. 1-2 രൂപയല്ല, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന് ഇരട്ടിയിലധികം KSEB കൊണ്ടുപോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ അധ്വാനിക്കുന്ന കാശിൽ പോകുന്ന ഒന്ന് കറണ്ട് ചാർജിന് വേണ്ടി മാത്രമാണ്. എന്നൊക്കെയാണ് ഈ പബ്ലിക് ഹിയറിംഗ് നടക്കുന്നതെന്ന് ഞാനിപ്പോൾ ഒന്ന് പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. ആ ദിവസങ്ങളിൽ തീർച്ചയായും സമയം മാറ്റിവെച്ച് ജനം ഒന്നാകെ അവിടെ ഒഴുകി എത്തണം. നിങ്ങളുടെ പ്രതിഷേധം, നിങ്ങളുടെ വിവാദമൊക്കെ അവിടെ അറിയിക്കണം. ആദ്യത്തെ ഹിയറിംഗ് നടക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് നളന്ദ ടൂറിസ്റ്റ് ഹോമിൽ വെച്ചാണ്. 11 മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത്. പബ്ലിക് അവിടെ ഓടിയെത്തുക. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ആൾക്കാരൊക്കെ അവിടെ ഓടിയെത്തുക. 4-ാം തീയതി നടക്കുന്നത് പാലക്കാട് വെച്ചാണ്. പാലക്കാട് ഡിസ്ട്രിക്ട് ഹാളിൽ വെച്ചാണ് ഈ ഒരു ഹിയറിംഗ് നടക്കുന്നത്. 5-ാമത് നടക്കുന്നത് എറണാകുളം ടൗൺ ഹാളിൽ വെച്ചിട്ടാണ്. അടുത്തത് 11-ാം തീയതിയാണ്. അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് 15-ാമത്തെ ഹിയറിംഗ് നടക്കുന്നത്. 4 ഹിയറിംഗുകളിലും പബ്ലിക് പങ്കെടുക്കണം. പബ്ലിക്കിന് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. എങ്കിൽ മാത്രമേ ഈ ഒരു വലിയ വിപത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയുള്ളൂ. ദൈവത്തെ ഓർത്ത് സിനിമാ താരങ്ങളെ വിട്ടേക്കുക. അത് നിയമവും കോടതിയൊക്കെ നോക്കിക്കോളും. ആ ഇക്കിളിക്കഥകൾ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചോരുന്നത് നമ്മുടെ പോക്കറ്റാണ്, മറക്കാതിരിക്കുക.